നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അധികാരമുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമെന്ന മനോഭാവം അത്ര നല്ലതല്ല. ഒരു ഗവൺമെന്റ് സർവന്റ് ആണെങ്കിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. എന്നാൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ആ നിയമം തെറ്റിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കളക്ടർക്കെതിരെ പരാതിയുമായി സർക്കാർ ഡോക്ടർമാർ രംഗത്ത് എത്തിയപ്പോൾ ഉയരുന്നത് ഗുരുതര ആരോപണമാണ്. ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജില്ലാ കളക്ടറുടേത് ഔദ്യോഗിക അധികാര പരിധി ലംഘനമാണെന്നത് ആരോപണമാണ് ഉയരുന്നത്. കുഴിനഖ ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു എന്നതാണ് പരാതി. ജനറൽ ആശുപത്രിയിലെ ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ കളക്ടറുടെ വീട്ടിലെത്തി ചികിത്സ നൽകിയത്. ഇതു കാരണം OPയിൽ ഡോക്ടർ കുറഞ്ഞു. വേണമെങ്കിൽ കളക്ടർ ആശുപത്രിയിലേക്ക് വരാമായിരുന്നു. ഇവിടെ അനാവശ്യ കീഴ്വഴക്കം സൃഷ്ടിക്കാനാണ് കളക്ടർ ശ്രമിച്ചതെന്നാണ് ആരോപണം. കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടി അധികാര ദുർവിനിയോഗമാണ് എന്നാണ് KGMOA പറഞ്ഞു. ഇക്കാര്യം ആവർത്തിച്ചാൽ സമരം നടത്തുമെന്നും ഡോക്ടർമാരുടെ സംഘടന വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ DMOയെ വിളിച്ച് സ്വകാര്യമായ ആവശ്യത്തിനായി ഒരു ഡോക്ടറെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരമൊരു കീഴ്വഴക്കം ഇല്ലാത്തതിനാൽ ആദ്യം DMO ഇതിന് തയ്യാറായില്ല. തുടർന്നും ജില്ലാ കളക്ടർ വിളിക്കുകയും അധികാരത്തോടെ സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് DMO ജനറൽ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ച് കളക്ടറുടെ വസതിയിലേക്ക് ഒരു ഡോക്ടറെ അയക്കണമെന്ന് നിർദ്ദേശിച്ചത്. ഇതേ തുടർന്ന് ആശുപത്രിയിലെ ജനറൽ സർജറി വിഭാഗത്തിലെ ഒരു ഡോക്ടറെ OPയിലെ പരിശോധന നിർത്തിവെപ്പിച്ച് കളക്ടറുടെ ഔദ്യോഗിക വസതിയിലേക്ക് അയക്കുകയായിരുന്നു. ഡോക്ടർ വീട്ടിലെത്തുമ്പോൾ കളക്ടർ ഒരു മീറ്റിംഗിലായിരുന്നു. അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് കളക്ടറെ കണ്ടത്. കാലിൽ കുഴിനഖത്തിന്റെ പ്രശ്നമുണ്ടെന്നും നീര് വന്നതിന് ചികിത്സ തേടിയാണ് വിളിച്ചതെന്നും അറിയിച്ചു. തുടർന്ന് ചികിത്സ നൽകിയതിനു ശേഷം ഡോക്ടർ മടങ്ങുകയായിരുന്നു. മുൻപും പേരൂർക്കട ആശുപത്രിയിൽ നിന്നും ജില്ലാ കളക്ടർ ഡോക്ടറെ വീട്ടിലേക്ക് വിളിപ്പിച്ച് ചികിത്സ തേടിയിരുന്നതായും ആരോപണമുണ്ട്. കേരളത്തിലെ ഒരു കളക്ടറും ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. ഇത്തരം കീഴ്വഴക്കങ്ങൾ വളർത്താൻ അനുവദിക്കില്ല എന്നാണ് ഡോക്ടർമാരുടെ സംഘടനയും പറയുന്നത്.